നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ വേൾഡ് കപ്പിൽ കിരീടം ചൂടാൻ ഫേവറിറ്റുകളായ ടീമുകളിൽ ഒന്നായിട്ടാണ് എല്ലാവരും ഫ്രാൻസിനെ കാണുന്നത്. എന്നാൽ ഇപ്പോഴേ ഞങ്ങൾ ഫൈനലിലാണ് എന്ന് ആളുകൾ വിലയിരുത്തുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമാകുന്നില്ല എന്ന് പറയുന്നു ദിദിയർ ദെഷാം, ഫ്രാൻസിൻ്റെ കോച്ച്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടു. ആ ഒരു പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല ടീമുണ്ടൊക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഒരുപാട് സ്റ്റെപ്പുകൾ കടന്നു വേണം ഫൈനലൊക്കെ എത്താൻ. ഇപ്പോഴേ നമ്മൾ അങ്ങനെ പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഇറ്റ്സ് എ മേജർ ഇവൻറ്റ്. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മേജർ ഇവൻ്റാണ്. പലരും ഇപ്പോഴേ ഞങ്ങളെ ജൂലൈ 19 ഫൈനലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എനിക്കത് ഇഷ്ടമാകുന്നേയില്ല. കാരണം എന്താണെന്നറിയോ, ഞങ്ങൾക്ക് ഓൾറെഡി ഗ്രൂപ്പിൽ 3 ഓപ്പണൻസിനെതിരെ കളിച്ച് ജയിക്കേണ്ടതുണ്ട്. പിന്നെ ബെസ്റ്റ് ടീമുകളിലൊന്ന്, യെസ് എനിക്കറിയാം. പക്ഷേ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, ടോപ്പിലെത്തണമെങ്കിൽ ഓരോ സ്റ്റെപ്പുകൾ കടന്നു വേണ്ടേ പോകാൻ. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യും. അത്രേ എനിക്കിപ്പോൾ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. പിന്നെ പലപ്പോഴും കോച്ചുമാരൊക്കെ പലരും പറയുന്നു ഫ്രാൻസിന് 2 ടീം ഇറക്കാനുള്ള താരങ്ങളുണ്ട് എന്നൊക്കെ. ശരി, എന്നാൽ ഞങ്ങൾ ഫേവറിറ്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ടീമാണ് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾ മറ്റ് രാജ്യങ്ങളെക്കാൾ സുപ്പീരിയർ ആണോ, അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 7-8 രാജ്യങ്ങളെങ്കിലും ഈ കിരീടം നേടാൻ നല്ല സാധ്യതയുള്ള ടീമുകളുണ്ട്. അവരൊക്കെ വലിയ അംബീഷനോട് കൂടി വരികയാണ്. അതിൽ ഒരേ ഒരു ടീമിന് മാത്രമേ കിരീടത്തിലേക്ക് എത്താനും പറ്റുകയുള്ളൂ. ഒരു ടീമിന് മാത്രമേ എത്താൻ പറ്റുകയുള്ളൂ. സോ ഇത് കിരീടം ആ ഫേവറിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ടാഗിൽ നിന്ന് ഓടി ഒളിക്കുകയൊന്നുമല്ല. അംബീഷൻ എന്നുള്ളത് വളരെ എസെൻഷ്യലാണ്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്ക് കൂടിയുണ്ട്. അത് ഹ്യൂമിലിറ്റിയാണ്, വിനയമാണ്, താഴ്മയാണ്. എതിരാളികളെ വില കുറച്ച് കാണുന്നില്ല. ഓൺ പേപ്പർ ശരിയാണ്, ഞങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷേ ഇൻ ഫുട്ബോൾ നമുക്ക് കളിക്കളത്തിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളുടെ ഓപ്പണൻസിന് ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. ഓപ്പണൻസ് ഒരുപാട് ക്വാളിറ്റിയുള്ള ടീമുകളാണ്. ഞങ്ങളുടെ ഗ്രൂപ്പും വളരെ മികച്ചതാണ്. ഞാൻ ഇപ്പം ഇറാഖിനെയോ അല്ലെങ്കിൽ സെനഗലിനെയോ നോർവേയോ ഒന്നും ഞാൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. അവരൊക്കെ മികച്ച ടീമുകളാണ് എന്നാണ് ഇപ്പോൾ കോച്ച് പറയുന്നത്. സോ കോച്ചിൻ്റെ വാദം ഇതാണ്, ഞങ്ങൾക്ക് നല്ല ടീമുണ്ട്, ഒക്കെ സമ്മതിക്കുന്നു. പക്ഷേ ഇപ്പോഴേ ഞങ്ങൾ ഫൈനലിൽ എത്തിയെന്നൊന്നും ആരും പറയേണ്ട. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുകൂടി ദിദിയർ ദെഷാം പറഞ്ഞത്. ഏതായാലും ഇത്തവണ ഫ്രാൻസിന് സൂപ്പർബ് സ്ക്വാഡ് ഉണ്ട്, കാര്യത്തിൽ തർക്കമേ ഇല്ല. വളരെ മികച്ച ടീമാണ്. അതിപ്പം PSG താരങ്ങൾ, അതുപോലെ തന്നെ റയൽ മാഡ്രിഡിൻ്റെ എംബാപ്പെ, പിന്നെ ബയൺ മ്യൂണിക്കിൻ്റെ ഒലീസെ, എങ്ങനെ നോക്കിയാലും എവിടെ നോക്കിയാലും കിടിലൻ ടീമാണ്. ആ ടീം കിരീടം ചൂടുമെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ കോച്ച് പറയുന്നു അതൊക്കെ കളിക്കളത്തിൽ പ്രൂവ് ചെയ്യേണ്ട കാര്യമാണെന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.